ഹലോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്താണോ അതിന്റെ യൂസസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇങ്ങനെ ഒരു റീകോമ്പിനന്റ് DNA ഉണ്ടാക്കണമെങ്കിൽ, അതായത് നമ്മൾ പറഞ്ഞു എന്താ റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു DNA മുകളിൽ നിന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ചെറിയ സീക്വൻസിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, വേറെ ഒരു പ്ലാസ്മിഡ് DNA അല്ലെങ്കിൽ വേറൊരു DNA നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ഡിസയേർഡ് കോമ്പിനേഷൻ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിന് നമുക്ക് എന്താ കുറെ ടൂൾസ് ആവശ്യമാണ്. ഇത് വെറുതെ DNA എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ അങ്ങ് കട്ട് ചെയ്ത് സിസർ വെച്ചിട്ട് കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിന് കുറെ ടൂൾസ് ആവശ്യമാണ്. ആ ടൂൾസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടൂളുകളുണ്ട്. അതിൽ ഒന്നാമതാണ് എന്ത്, റെസ്ട്രിക്ഷൻ എൻസൈംസ്. അപ്പൊ ഒന്നാമത്തതാണ് എന്ത്, റെസ്ട്രിക്ഷൻ എൻസൈം. ഇനി ഈ റെസ്ട്രിക്ഷൻ എൻസൈമിൽ പെർട്ടിക്കുലർലി റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്താണെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അതെന്താണെന്നുള്ളത് ഇപ്പൊ നമുക്ക് ആദ്യം ഈ പേരുകൾ എന്തൊക്കെയാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ടൂൾസ് എന്നുള്ളത് പറഞ്ഞിട്ട് നമുക്ക് ഇത് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ആദ്യത്താണ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. അടുത്തത് എന്താ, രണ്ടാമത്തത് എന്താ, പോളിമറേസ് എൻസൈം. പോളിമറേസ് എൻസൈം. ഓക്കെ. ഇനി മൂന്നാമത്തതാണ് ലിഗേസ്. നാലാമത്തതാണ് വെക്റ്റർ. അഞ്ചാമത്തതാണ് ഹോസ്റ്റ് ഓർഗാൻസ്. അപ്പൊ ഇതിൽ ഓരോന്നും എന്താണ് നമുക്ക് അതിന് ഒരു ബേസിക് ആയിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പൊ റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറഞ്ഞാൽ എന്താ, റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു 1963 സമയത്ത് എസ്പെഷ്യൽ കോളെ അല്ലെങ്കിൽ ഈക്കോളെ എന്ന് പറയുന്ന ബാക്ടീരിയനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ബാക്ടീരിയന്റെ ഗ്രോത്തിന്, ഇതിന്റെ വളർച്ചയുടെ കൾച്ചറിൽ റെസ്ട്രിക്ട് ചെയ്യുന്ന 2 എൻസൈംസ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ നമ്മൾ നോക്കിയ സമയത്ത് അതിൽ ഒരു എൻസൈം എന്താ ചെയ്യുന്നത്, ഒരു എൻസൈം ഈ മീഥൈൽ ഗ്രൂപ്പിനെ DNA ഇങ്ങനെ ആഡ്. അപ്പൊ അതിന്റെ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒന്നും നടക്കില്ല. രണ്ടാമത്തെ എൻസൈം എന്താ ചെയ്യുന്നത്, അത് DNA ചില സ്ഥലങ്ങളിൽ പോയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളിക്കുന്നു. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഫസ്റ്റ് ടൈം ആയിട്ട് റെസ്ട്രിക്ഷൻ എൻസൈംസിനെ കണ്ടുപിടിച്ചത്. അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞല്ലോ കട്ട് ചെയ്ത് കളിക്കുന്ന ഒരു എൻസൈം ഉണ്ടെന്ന്. ആ കട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് എൻസൈംസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ റെസ്ട്രിക്ഷൻ എൻസൈംസിനാണ് നമുക്ക് ഇവിടെ യൂസ്ഫുൾ ആയിട്ടുള്ളത് ബയോടെക്നോളജിയിൽ. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ചതാണ് HindII എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻസൈം. അപ്പൊ ഈ രണ്ടാമത് നമ്മൾ കണ്ടുപിടിച്ച റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്നുള്ളതാണ്. ഇപ്പോ ഇനി അടുത്തത് എന്താണ്, പോളിമറൈസ് എൻസൈം. പോളിമറൈസ് എൻസൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു റീകോമ്പിനന്റ് ആയിട്ടൊരു DNA ഉണ്ടാക്കി എന്ന് വിചാരിക്കാം. നമ്മൾ ഒരു DNA ഇങ്ങനെ ഉണ്ടാക്കി, എങ്ങനെ നമ്മളൊരു വെക്ടറിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഒരു DNA ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇങ്ങനെ ഉണ്ടാക്കി. അപ്പൊ ഇങ്ങനെ ഒരു സിംഗിൾ DNA നമ്മൾ ഉണ്ടാക്കിയത്. അപ്പൊ ഇതിനെ നമ്മളൊരു ഓർഗാനിസത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുണ്ടാക്കാൻ നമ്മൾ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ. നമുക്ക് ആവശ്യമുള്ള DNA സീക്വൻസ് കണ്ടുപിടിച്ചു, അതിന്റെ ബേസ് പെയർ നമ്മൾ കട്ട് ചെയ്തെടുത്തു, എന്നിട്ട് ഒരു വെക്ടറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു, എന്നിട്ട് അതിനൊരു ഹോസ്റ്റ്, ഒരു ജീവിയിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ആ ഒരു പ്രോസസ് പറയുന്നത് 100% സക്സസ് ആവണം. ഈ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു റീകോമ്പിനന്റ് ആയിട്ടുള്ള DNA ആ ജീവിയിൽ 100% അത് വർക്ക് ചെയ്തോളണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനെ നമ്മൾ കുറെ കോപ്പികളാക്കി, ഇങ്ങനെ ഒരു റീകോമ്പിനന്റ് DNA ഉണ്ടാക്കിയാൽ നമ്മൾ അതിന് കുറെ കോപ്പികളാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. കാരണം ഇത് ഇടക്കിടക്ക് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള പരിപാടിയല്ല. അപ്പം അങ്ങനെ ഒരു സിംഗിൾ ആയിട്ട് നമുക്ക് കിട്ടിയ DNA റീകോമ്പിനന്റ് DNA കുറെ എണ്ണാക്കി കുറെ കോപ്പീസ് ആക്കി മാറ്റാൻ നമുക്ക് കുറച്ച് എൻസൈംസിന് ആവശ്യമില്ല. അതാണ് പോളിമറൈസ് എൻസൈം. ഓക്കെ. ഇനി അടുത്തതാണ് ലിഗേസ്. ലിഗേസ് എന്ന് പറഞ്ഞാൽ എന്താ, ലിഗേസ് എന്ന് പറഞ്ഞാൽ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ലിങ്കി, അതായത് ഈ DNA സീക്വൻസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത സീക്വൻസിനെയും ഈ വെക്ടർ സീക്വൻസിനെയും ഒക്കെ ഒട്ടിക്കാൻ വേണ്ടി നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള എൻസൈംസ് ആണ് ഒട്ടിക്കാൻ വേണ്ടി നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടൂളാണ് ലിഗേസ് എന്ന് പറയുന്നത്. ഇനി എന്ന് പറയുന്നത് വെക്ടർ ഉണ്ട്, ഹോസ്റ്റ് ഓർഗാനിസം. വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇങ്ങനെ ഇതിന് കട്ട് ചെയ്ത DNA നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പ്ലാസ്മിഡിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ആ പ്ലാസ്മിഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേറൊരു ജീവിയിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ പ്ലാസ്മിഡ് പോലെ നമുക്ക് ഈ ഡിസയർ ആയിട്ടുള്ള DNA ആ ഒരു ഓർഗാനിസത്തിൽ ക്യാരി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണോ അതാണ് വെക്ടർ. ഇനി ഹോസ്റ്റ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ഈ റീകോമ്പിനന്റ് DNA നമ്മൾ ഏത് ജീവിയിലേക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതാണ് ഹോസ്റ്റ് ഓർഗാനിസം. ഓക്കെ, മനസ്സിലായില്ലേ. അപ്പൊ നമുക്ക് ആദ്യം റെസ്ട്രിക്ഷൻ എൻസൈംസിനെ കുറിച്ച് പറയാം. റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 ടൈപ്പ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. ഒന്നാമത്തേതാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, അടുത്തതാണ് എക്സോന്യൂക്ലിയസ്. ഇത് നമ്മൾ പേരിൽ നിന്നിട്ട് തന്നെ പഠിക്കാം. എൻഡോ
എന്റർ എന്നാലോചിച്ച് വെക്കുക, എക്സോ എക്സിറ്റ് എന്നാലോചിച്ച് വെക്കുക. ആ പേരിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്നതാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താ. ഇത് ഈ DNA സീക്വൻസിന്റെ ഉള്ളിലെ ചില ഭാഗങ്ങളിലാണ് ഇതിങ്ങനെ കട്ട് ചെയ്യുന്നത്. ഓക്കെ, എക്സോന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റാർട്ടിങ് ഓർ എൻഡിങ് പോയിന്റിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ റീകോമ്പിനന്റ് ആയിട്ടുള്ള DNA ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. കാരണം നമുക്ക് ഈ DNAന്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമുള്ള ബേസ് പേഴ്സ് ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് എന്ത് പഠിക്കാം, ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ എങ്ങനെയാന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് ഇതിന്റെ നെയിമിംഗ് എങ്ങനെയാന്ന് പഠിക്കാം. അപ്പം ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് EcoR1. നമ്മൾ ഇതിനെങ്ങനെ ഈ ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൽ നമ്മൾ ഈ EcoR1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൽ നമ്മൾ ചുമ്മാ ഒരു പേര് കൊടുക്കുകയാണോ, EcoR1 അല്ല, അതെങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് ഈസ്ട്രേഷ്യൻ കോളൈ. നമുക്ക് എല്ലാവർക്കും അറിയാം ഈസ്ട്രേഷ്യൻ കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയനെ കുറിച്ച്. ആ ബാക്ടീരിയയിൽ നിന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതിനെ ഐസൊലേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. എസ്ചെറിഷ്യ കോളൈ എന്ന് പറയുന്ന ഓർഗാനിസത്തിൽ നിന്നിട്ട് ഈ എൻസൈം നമ്മൾ ഡിറൈവ് ചെയ്തതിന് വെച്ചിട്ടാണ് നമ്മൾ ഈ നെയിം കൊടുക്കുന്നത്. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ എസ്ചെറിഷ്യ കോളൈ RY13 എന്നാണ് ഈ ഓർഗാനിസത്തിന്റെ പേര്. അപ്പൊ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലായി ഈ എല്ലാ ലെറ്റേഴ്സും, ഈ EcoR1 എല്ലാ ലെറ്റേഴ്സും എന്താണ് ഈ ഒരു പേരിൽ നിന്നിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒന്നാമത്തെ ലെറ്റർ ഇ എന്ന് പറയുന്നത് ഈ ഓർഗാനിസത്തിന്റെ എന്താണ് ജീനസ് നെയിമിൽ നിന്നിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അടുത്ത 2 ലെറ്റേഴ്സ് നമ്മൾ എന്തിൽ നിന്നിട്ടാണ് എടുക്കുക, സ്പീഷീസ് നെയിമിൽ നിന്നിട്ടാണ് എടുക്കുക. അടുത്ത ഒരു ലെറ്റർ ആർ, അത് നമ്മൾ ഇതിന്റെ സ്ട്രെയിൻ ഏതാണോ ഈ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത, അതായത് ഒരു ഓർഗാനിസത്തിൽ തന്നെ കുറെ സ്ട്രെയിൻസ് ഉണ്ടാവും, ബിക്കോസ് ഇത് ബാക്ടീരിയ അല്ലേ. അപ്പം എന്താ അതിൽ ഏത് സ്ട്രെയിനിൽ വെച്ചിട്ട്, അപ്പൊ ഓരോ സ്ട്രെയിനും ഓരോ നെയിമാണ് ഉണ്ടാവുക. അപ്പൊ അതിൽ ഏത് സ്ട്രെയിനിൽ വെച്ചിട്ടാണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഈ അടുത്ത ലെറ്റർ ആർ കാണിക്കുന്നത്. ഇനി അടുത്ത ഈ ഒരു നമ്പർ, ഒരു റോമൻ നമ്പർ ഇതെന്താ ഓർഡർ ഓഫ് ഐസൊലേഷൻ, നമ്മൾ എത്രാമതായിട്ടാണ് ഇത് ഐസൊലേറ്റ് ചെയ്തത് എന്നുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താ, ഇസ്റ്ററേഷ്യന്റെ എസ്ചെറിഷ്യ എന്ന് പറയുന്ന ജീനസിന്റെ ലെറ്റർ ആണ് ഇ എന്ന് പറയുന്ന ഫസ്റ്റ് ലെറ്റർ. കോളൈ എന്ന് പറയുന്ന ഇതിന്റെ സ്പീഷീസ് നെയിമിൽ നിന്നിട്ടാണ് അടുത്ത 2 ലെറ്റർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. RY13 ആണ് ഇതിന്റെ സ്ട്രെയിൻ. അപ്പൊ ആ സ്ട്രെയിനിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ് പിന്നെ നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇനി ഈ 1 എന്ന് പറയുന്നത് നമ്മൾ എത്രാമത് ഐസൊലേറ്റ് ചെയ്തു, ഈ എസ്ചെറിഷ്യൻ കോളയിൽ നിന്നിട്ട് എത്രാമത്തെ പ്രാവശ്യം ഐസൊലേറ്റ് ചെയ്ത എൻസൈമാണ് ഈ ഒരു റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് ആയിട്ട്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ്. അപ്പൊ ഇത് ഒന്നാമത് ഫസ്റ്റ് ടൈം നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് ഇത് തന്നെ നമുക്ക് എന്തോ ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ 1 എന്ന് പറയുന്ന ലെറ്റർ കൊടുത്തു. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഏത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന്റെ പേര് കണ്ടാലും നമ്മൾ മനസ്സിലാക്കണം അതിന്റെ പേരിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഓരോ ലെറ്റേഴ്സും ഏത് സ്പീഷീസ്, അതിന്റെ എന്തിൽ നിന്നിട്ടാണ് വന്നത്, ജീനസ്, സ്പീഷീസ്, സ്ട്രെയിന്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, അപ്പം അടുത്തതായിട്ട് നമ്മളിതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ പോവാണ്. ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഏതെങ്കിലും സീക്വൻസിനെ പോയിട്ട് കട്ട് ചെയ്യോ, ഇത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ബേസ് പെയറിന് മാത്രമേ ഇത് കട്ട് ചെയ്യുള്ളൂ. ഇപ്പൊ EcoR1 എന്ന് പറയുന്ന എൻസൈംസ് പോയിട്ട് അതിലിപ്പം നമ്മളൊരു ബേസ് പെയർ, ഇപ്പം ACDACG ഇങ്ങനൊരു ബേസ് പെയർ ഉണ്ട്. അപ്പൊ അത് പോയിട്ട് ഓക്കെ ഞാൻ ഇങ്ങനെ ഒരു ബേസ് പെയർ കാണുന്നുണ്ട്, അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കട്ട് ചെയ്യാന്ന് വിചാരിച്ച് എല്ലാ സ്ഥലത്തും ഇങ്ങനെ കട്ട് ചെയ്യില്ല. ഇതൊരു സ്പെസിഫിക് ആയിട്ടുള്ള സീക്വൻസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ സീക്വൻസിന് മാത്രമേ കട്ട് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സീക്വൻസിനാണ് ഇതിന്റെ റെക്കഗ്നൈസേഷൻ സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റെക്കഗ്നിഷൻ സൈറ്റ് ഇത് ഓരോ എൻസൈംസിനും എന്താണ് ഫിക്സഡ് ആയിരിക്കും. അപ്പൊ ഒരു എൻസൈം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ നമുക്ക് ആവശ്യമുള്ള ഡിസൈഡ് DNA നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു 230 ഡിഫറെന്റ് സ്റ്റെയിനിൽ നിന്നിട്ട് ഒരു 900 റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉണ്ട്. അപ്പൊ ഇത് മനസ്സിലാൻ വേണ്ടി ഈ റെക്കഗ്നൈസേഷൻ സൈറ്റ് എന്താണെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് നിങ്ങൾ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പൊ EcoR1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് നമ്മളൊരു DNA കിട്ടും, നമുക്കൊരു DNA ഉണ്ട്. ആ DNAയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സീക്വൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം, എന്നിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനകത്ത് നമുക്ക് വേറൊരു വെക്ടറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പം AATCA എന്ന് പറയുന്ന ഒരു സീക്വൻസ് ആണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് വിചാരിക്കാം. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് ഈ EcoR1 യൂസ് ചെയ്യണമെങ്കിൽ ഈ EcoR1 കണ്ടുപിടിച്ചിട്ട് EcoR1 എന്തിനാണ് GAATTC എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് സീക്വൻസിനെ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റെസ്ട്രിക്ഷൻ എൻസൈംസ് പോയിട്ട്
കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 5-3-ലേക്ക് GAATTC എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് സീക്വൻസ്, ആ സീക്വൻസിന് മാത്രമേ ഇത് കട്ട് ചെയ്യുള്ളൂ, എക്കോ R1. അതിൽ ഈ ജിയുടെയും എയുടെയും ഇടയിലുള്ള സ്പേസിന് മാത്രമാണ് ഇത് കട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിപ്പം ഇവിടെ ഒരു സീക്വൻസിൽ നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു DNA സീക്വൻസിൽ നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അതിന് മുന്നേയും അതിന് ശേഷവും നമുക്ക് ഈ GAATTC ഉണ്ടെങ്കിൽ, അതായത് അതിന് മുന്നേയും അതിന് ശേഷവും GAATTC ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിന്റെ നടുവിലുള്ള നമ്മുടെ ഡിസൈർ ആയിട്ടുള്ള സീക്വൻസ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഇത് നോക്കാം. ഈ സീക്വൻസ് കാണുമ്പോൾ DNA എന്ന് പറയുന്നത് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. അപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു സീക്വൻസിന് അതേപോലെ എന്ത് ചെയ്യും, അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്കും ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ സീക്വൻസ് നോക്കാം, ഇതിൽ നമുക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? 5-3 GAATTC നമ്മുടെ 5-3 ഡിറക്ഷനിൽ ഇങ്ങനെ റീഡ് ചെയ്യുമ്പോൾ GAATTC. അത് നമ്മൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ റീഡ് ചെയ്ത് നോക്ക്, അതും GAATTC തന്നെയല്ലേ. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന്റെ പ്രത്യേകത. ഇത് ഇങ്ങനെയുള്ള 5-3 ഡയറക്ഷനിലും 3-5 ഡയറക്ഷനിലും റീഡ് ചെയ്യുമ്പോൾ ഒരേപോലെയുള്ള സീക്വൻസിന് മാത്രമേ കട്ട് ചെയ്യുള്ളൂ. ഇങ്ങനെയുള്ള സീക്വൻസിലാണ് നമ്മൾ പാലിയൻഡ്രോം സീക്വൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ലാംഗ്വേജ് മലയാളം ഇതൊരു പാലിയൻഡ്രോമിക് സീക്വൻസ് ആണ്. എന്താ, നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് റീഡ് ചെയ്താലും അവിടുന്ന് തിരിച്ച് റീഡ് ചെയ്താലും എന്താ ഒരേപോലെയാണ് വായിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സീക്വൻസിനാണ് നമ്മൾ പാലിയൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ റെസ്ട്രിക്ഷൻ എൻസൈം എപ്പോഴും ഇങ്ങനെയുള്ള പാലിയൻഡ്രോമിക് സീക്വൻസിന് മാത്രം ബോത്ത് സൈഡിൽ 5-3 ഡിറക്ഷനിലും 3-5 ഡിറക്ഷനിലും ഒരേപോലെ റീഡ് ചെയ്യുന്ന സീക്വൻസുകൾ, ബേസ് പെയറുകൾ മാത്രമേ കട്ടുള്ളൂ. ഓക്കെ, അപ്പം അതും ഒരു അഡീഷണൽ ഒരു ഇൻഫോർമേഷൻ ആയിട്ട് ഓർത്ത് വെക്കുക. പാലിയൻഡ്രോമിക് സീക്വൻസ് എന്താണെന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് ഈ ഒരു റെസ്ട്രിക്ഷൻ എൻസൈം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സീക്വൻസിന് മാത്രമേ കട്ട് ചെയ്യൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഡിസൈർഡ് DNAയിലും വെക്ടർ DNAയിലും ഒരേ എൻസൈം യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് റീകോമ്പിനേഷൻ നടത്താൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാല് ഒരു വെക്ടർ DNA നമുക്ക് ഇങ്ങനെ ഒരു വെക്ടർ DNA, ഈ വെക്ടർ DNAന്റെ എൻഡിൽ എന്താ GAATTC ഉണ്ട്, ഇവിടെ GAATTC ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ വെക്ടർ DNA. ഈ വെക്ടർ DNAയിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഫോറിൻ DNA നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ ഒരു വെക്ടർ DNAയിൽ എങ്ങനെയായിരിക്കും, ഒരു ഫോറിൻ DNA ഉണ്ട് വേണം. ഈ ഫോറിൻ DNAയിൽ ഈ സീക്വൻസിനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ആവശ്യമുള്ളത്. ഇതാണ് നമ്മളെ ഡിസൈർഡ് DNA. ഈ ഭാഗത്തുള്ള ബേസ് പെയർ കോഡ് ചെയ്യുന്ന ഒരു എൻസൈമിനെയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ വെക്ടർ DNAയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇവിടെ നോക്കുന്ന സമയത്ത് എന്തുണ്ട്, നമുക്ക് GAATTC ഉണ്ട്. ഇവിടെ നോക്കുന്ന സമയത്തും GAATTC ഉണ്ട്. ഓക്കെ, ഇവിടെ GAATTC ആവണമെന്നില്ല, നമുക്ക് വേറൊരു എൻസൈമിനെ യൂസ് ചെയ്യാം. ഓക്കെ, അതെങ്ങനെയാണ് പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് കേസിൽ നോക്ക്, ഈ സൈഡിലും ഇവിടെയും നമുക്കൊരു GAATTC ഉണ്ട്, GAATTC ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു എക്കോ R1 ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യും, ഈ എക്കോ R1 പോയിട്ട് ഇവിടെ കട്ട് ചെയ്യും, ജിന്റെയും എന്റെയും ഇടയിൽ ഇവിടെ കട്ട് ചെയ്യും, ഇവിടെയും കട്ട് ചെയ്യും, ഇവിടെയും കട്ട് ചെയ്യും. അപ്പൊ നമുക്ക് നമ്മുടെ ഫോറിൻ DNA എങ്ങനെ കിട്ടി, AATTC G മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഡിസൈർഡ് ആയിട്ടുള്ള DNA ഉണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ കിട്ടി, G മാത്രം കിട്ടി, ഇവിടെ CTTAA ഇങ്ങനെ കിട്ടി. ഇങ്ങനൊരു ഫോറിൻ DNA നമുക്ക് കിട്ടി. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമ്മൾ വെക്ടർ DNA എന്ത് ചെയ്യും, നമ്മൾ വെക്ടർ DNA നമുക്ക് ഇങ്ങനെ ഒരു വെക്ടർ DNA ഉണ്ട്. ഈ വെക്ടർ DNA നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കണം. എന്നിട്ട് ഈ സ്പേസിലേക്കാണ് നമ്മൾ ഈ ഫോറിൻ DNA കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് മനസ്സിലാക്കുക, ഈ വെക്ടർ DNA നേരത്തെ ഞാൻ വരയ്ക്കാൻ പോകുന്നത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിരിക്കും, ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതുള്ളൂ. ഓക്കെ, അപ്പം വെക്ടർ DNA ഉണ്ട്. വെക്ടർ DNAക്ക് ഇങ്ങനെയൊരു ഭാഗമുണ്ട്. ഓക്കെ, ഇവിടെ GAATTC ഉണ്ട്, ഉണ്ട്. ഓക്കെ, ഇവിടെ വീണ്ടും അടുത്ത കുറെ സീക്വൻസുകൾ ഉണ്ട്. ഇവിടെ വീണ്ടും GAATTC ഉണ്ട്. അപ്പൊ നമ്മള് ഇവിടെ എക്കോ R1 ഇട്ടു, ഇതിലേക്കും എക്കോ R1 ഇട്ടു. അപ്പൊ ഇത് കട്ട് ചെയ്ത് വരുമ്പോൾ എങ്ങനെ വരും, ഇവിടെ കട്ടായി, ഇവിടെയും കട്ടായി, ഇവിടെയും കട്ടായി, ഇവിടെയും കട്ടായി. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടി, ഇങ്ങനൊരു സീക്വൻസ് കിട്ടി.
ജി സി ടി ടി എ എ. ഇനി ഇതിന്റെ ബാക്കിയായിട്ട് ഇതിങ്ങനെ റൗണ്ടിലുള്ളതല്ലേ നമ്മൾ പ്ലാസ്മിഡായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ കിട്ടി? ഇവിടെ നമുക്ക് എങ്ങനെ കിട്ടി? എ എ ടി ടി സി ജി ഇങ്ങനെ നമുക്ക് കിട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ഫോറിൻ DNA ഇവിടേക്ക് കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പം എന്താ, ഇവിടെ ഒരു എ എ ടി ടി സി ഉണ്ട്. അപ്പൊ അത് ഇവിടെ വരും, ഇവിടെ വന്ന് പേരാവും ടി ടി സി. ഇവിടെ ഒരു ജി ഉണ്ട്, ഇതിന്റെ ഇടയിൽ നമ്മളുടെ ഫോറിൻ DNA ഇങ്ങനെ കിടക്കും. അതിന്റെ അടുത്ത ഭാഗം സി. ഓക്കെ, അതായത് ഈ ജി നമുക്ക് ഫോറിൻ DNA എന്ന് കിട്ടും. എ എ ടി ടി സി അവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. അതുപോലെ ഈ സി ടി ടി എ എ നമുക്ക് ഓക്കെ ജി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. ഇങ്ങനെ കിട്ടും. മനസ്സിലായില്ലേ? ഈ റെഡ് കളറിൽ കൊടുത്തത് ഫോറിൻ DNA, ഇതിനിടയിൽ ഇതാ ഇവിടെ DNA ഉണ്ട്. ഓക്കെ, അങ്ങനെ കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ വെക്ടറിൽ നിന്നിട്ടൊരു സ്പെസിഫിക് ഭാഗം കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ അവിടേക്ക് ഒരു എന്ത് ചെയ്തു? നമ്മളൊരു ഡിസൈർഡ് ആയിട്ടുള്ള DNA നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് എന്ത് ചെയ്യണം? വെക്ടറിലും അതുപോലെ തന്നെ ഈ ഫോറിൻ DNAയിലും നമ്മൾ എന്താ ഒരേ റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്തിട്ടേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താ, നമുക്ക് ഇതിനെ രണ്ടിനെയും ജോയിൻ ചെയ്യാനുള്ളതല്ലേ. അപ്പൊ ഈ ബേസ് പെയർസ് സെയിം ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ടും, അതായത് ഇപ്പം ഈ ഫോറിൻ DNAയിൽ നമ്മൾ ഈ എക്കോ R1 വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സീക്വൻസ് ആണ് കിട്ടുന്നത്, അല്ലെ? ഇങ്ങനെ എ എ ടി ടി സി ജി ഇങ്ങനെ കിട്ടും. അടുത്ത നമ്മൾ വെക്ടർ കട്ട് ചെയ്യുന്ന സമയത്ത്, നമുക്ക് വെക്ടറിൽ എങ്ങനെ കിട്ടും? ഇവിടെ ജി എന്നിട്ട് ഇങ്ങനെ വെക്ടർ ഭാഗം ഉണ്ടാവും, സി ടി ടി എ എ കിട്ടും. അപ്പൊ നമുക്ക് ഇത് ഇവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. കാരണം എന്താ, ഇതിന് വേണ്ട അതേ എ എ ടി ടി സി ജി കറക്റ്റ് ആയിട്ടുള്ള സീക്വൻസ് ആണ്. അപ്പൊ നമുക്ക് അതിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതിപ്പം ഇത് നമ്മൾ ഈ വെക്ടർ നമ്മൾ ഫോറിൻ DNA നമ്മൾ കട്ട് ചെയ്തത് വേറെ ഏതെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ടാണ്, ഈ എക്കോ R1 വെച്ചിട്ടല്ല എങ്കിൽ ഇവിടെ നമുക്ക് എ എ ടി ടി സി കിട്ടില്ല. അപ്പൊ നമുക്ക് അതിന് ഇവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ വെക്ടറിന്റെയും ഫോറിൻ DNAനെ നമ്മൾ കട്ട് ചെയ്യുന്നത് ഒരേ റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ചിട്ടാണ്. അപ്പൊ ഇതിന് രണ്ട് സൈഡിലും, അപ്പൊ അതായത് വെക്ടറിന്റെ ഈ സൈഡിൽ ജി എ ടി ടി സി, ഈ സൈഡിലും ജി എ ടി ടി സി, അങ്ങനെ തന്നെ കട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് വെക്ടറിന്റെ ഒരു സൈഡിൽ നമുക്ക് ജി എ ടി ടി സി ആണ്, ഓക്കെ. ഇതിനിടയിൽ നമുക്ക് ഇതാണ് വെക്ടർ. നമുക്ക് ഈ ഭാഗം, ഈ റെഡിൽ കൊടുത്ത ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടത്. അങ്ങനെയാണെങ്കിൽ അടുത്ത സൈഡിൽ വേറെ ഏതെങ്കിലും ഒരു പാലിൻഡ്രോമിക് സീക്വൻസ് ഉണ്ടെന്ന് വിചാരിക്കുക, വേറെ ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന് കട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ജി ടി ടി എ എ സി, ഓക്കെ. അപ്പൊ നമ്മൾ ഈ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്താലും ഇവിടെ നമുക്ക് ജിയിൽ കട്ട് ചെയ്യും, ഇവിടെയും കട്ടാവും. ഇവിടെ ഈ ഒരു പോയിന്റിൽ കട്ട് ചെയ്യാന്ന് വിചാരിച്ച് നമുക്ക് ഇങ്ങനെ കിട്ടും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? ഫോറിൻ DNAയിലും അതേപോലെ കിട്ടണം. ഫോറിൻ DNAയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ ഈ എക്കോ R1 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന റെസ്ട്രിക്ഷൻ സീക്വൻസും പാലിൻഡ്രോമിക് സീക്വൻസും, അടുത്ത സൈഡിൽ ഇപ്പൊ ഇതാണ് നമ്മളെ ഡിസൈഡ് DNA. ഓക്കെ, നമ്മൾ ഇതിന് രണ്ട് സൈഡും കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഒരു സൈഡിൽ നമുക്ക് എക്കോ R1 വെച്ചിട്ട് കട്ട് ചെയ്തു, അത് നമുക്ക് ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അടുത്ത സൈഡിൽ നമുക്ക് ഈ ഒരു റെസ്ട്രിക്ഷൻ എൻസൈം ഇല്ലേ, ഈ ഒരു സീക്വൻസിന് കട്ട് ചെയ്ത റെസ്ട്രിക്ഷൻ എൻസൈം ഇല്ലേ, അതേ റെസ്ട്രിക്ഷൻ എൻസൈം കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന സീക്വൻസ് ഇവിടെയും വേണം. ബിക്കോസ് അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇതിന് ഒരുമിച്ച് ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിരിക്കും. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഓക്കെ ജസ്റ്റ് കമന്റ് ഇടാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് ക്ലിയർ ആക്കാം. അപ്പൊ ഇത് മനസ്സിലാക്കാൻ നമ്മൾ സെയിം സൈഡിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ വെക്ടറിലും ഫോറിൻ DNAയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഒരേ റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ജസ്റ്റ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ജസ്റ്റ് വരയ്ക്കാന്ന്. ഇങ്ങനൊരു ഫോറിൻ DNA ഉണ്ട്, ഇവിടെ നമുക്കൊരു വെക്ടർ സീക്വൻസ് ഉണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മളൊരു എൻസൈം ഒരു റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചു. ഇത് വെക്ടർ DNA, ഇത് ഫോറിൻ DNA. എന്നിട്ട് നമ്മൾ ഇവിടെ കട്ട് ചെയ്തു, ഇവിടെയും കട്ട് ചെയ്തു, ഇത് ഇവിടെയും കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? ഇവിടെ നമുക്ക് ഇങ്ങനൊരു സീക്വൻസ് ഇത് കിട്ടി, ഇങ്ങനെ കിട്ടി. ഇതാണ് നമ്മുടെ ഡിസൈർഡ് സീക്വൻസ്. ഇവിടെ നമുക്ക് എങ്ങനെ കിട്ടി? നമുക്കിങ്ങനെ ഒരു സ്പേസ് ഉള്ള ഒരു സീക്വൻസ് കിട്ടി. ഇവിടെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതിന് രണ്ടിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടി?
ഇങ്ങനെ കിട്ടി. ഇതാണ് നമ്മുടെ റീകോമ്പിനന്റ് DNA. അപ്പൊ ഈ DNA നമ്മൾ അടുത്ത സ്റ്റെപ്പ് ജസ്റ്റ് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണോ ചെയ്യേണ്ടത്? അല്ല, ഈ DNA നമ്മൾ പോളിമറൈസ് എൻസൈം വെച്ചിട്ട് നമ്മൾ ഇതിനെ കുറെ എണ്ണമാക്കി മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് മാത്രമേ നമ്മൾ ഇതിനെ നമ്മൾ ഹോസ്റ്റ് DNAയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം ഇത് ഞാൻ പറഞ്ഞിരുന്നു, കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കി എങ്ങനെയാണ് നമ്മൾ ഈ ഹോസ്റ്റ് DNAയില് ഇതിന് ഈ വെക്ടറിനെ, ഈ റീകോമ്പിനന്റ് ആയിട്ടുള്ള വെക്ടറിനെ ഹോസ്റ്റ് DNAയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതും അതിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, അത് നമുക്ക് എന്തൊക്കെ മെത്തേഡ് യൂസ് ചെയ്യാന്നുള്ളതൊക്കെ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയും നേരം പറഞ്ഞിരുന്നു, കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവരും പഠിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, ഈ ഭാഗം ചിലപ്പം കുറച്ച് കൺഫ്യൂസിംഗ് ആയിരിക്കും. ഫസ്റ്റ് ടൈം കേൾക്കുകയാണെങ്കിൽ അത് ഒന്ന് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നല്ലപോലെ വായിച്ചു നോക്കുക. എന്നിട്ടും അപ്പൊ നമുക്ക് ക്ലിയർ ആവും. അപ്പൊ എന്നിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഓക്കെ, ബൈ.